കോമഡി കപ്പിൾസ്. രചന വൈദേഹി. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. എല്ലാവരും നേരത്തെ വരണം കേട്ടോ, അർജുൻ പറഞ്ഞു. ആ വരാം, പക്ഷെ ഒരു കാര്യം. എന്താണോ? വിഷ്ണു ചോദിച്ചു. ഇത്തവണ എന്റെ കല്യാണമാണ്, ഫുഡ് കൗണ്ടർ കൊള്ളയടിക്കരുത്. ഞങ്ങളെ കുറിച്ച് നിനക്ക് എന്തൊരു തെറ്റിദ്ധാരണയാടാ. അഖിൽ അതിനെ തലയാട്ടി. അതെ, ഞങ്ങൾ വളരെ മാന്യമാരാ, നന്ദു പറഞ്ഞു. കല്യാണത്തിന് വന്ന ആദ്യം വരണയും വധുവിനെയും കാണും. അഖിലാണ്. ആഹാ, നിങ്ങൾ നന്നായല്ലോ. അർജുന് സന്തോഷവും ചെറിയൊരു സംശയം. അപ്പോഴാണ് ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന ആരുഷി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അതെ, കണ്ടതിന് ശേഷം നേരെ ഫുഡ് കൗണ്ടറിലേക്ക് പോകും. അർജുൻ ആ ബാക്കി മൂന്നിനെയും നോക്കിയതും ആരുഷ് പറഞ്ഞ് ശരിവെച്ച പോലെ മൂന്ന് വിളിക്കുന്നുണ്ട്. എന്റെ ദൈവമേ, എന്റെ കല്യാണത്തിന് എല്ലാവർക്കും ഫുഡ് തികയണേ. അർജുൻ മുകളിലേക്ക് നോക്കി പ്രാർത്ഥിക്കുന്നുണ്ട്. അർജുൻ, വിഷ്ണു, ആരുഷ്, അഖിൽ, നന്ദകിഷോർ ഇവരാണ് നമ്മുടെ ആൺപടകൾ. ആരുഷും വിഷ്ണുവും ചെറുപ്പം മുതലേ ഒരുമിച്ചുള്ളവരാണ്. അഖിലിനെയും നന്ദുവിനെയും അവർക്ക് കോളേജിൽ നിന്ന് കിട്ടിയതാണ്. നാലും പിന്നീട് അങ്ങോട്ട് കട്ട ചങ്സാണ്. എല്ലാ കാര്യത്തിനും ഈ 4 പേര് ഒരുമിച്ചാണ്. കോളേജ് പഠിത്തെല്ലാം പൂർത്തിയാക്കി മാസ്റ്റേഴ്സും എടുത്ത് ഇപ്പോൾ ഒരേ കമ്പനിയിൽ 4 വർക്ക് ചെയ്യുന്നു. അവിടുന്ന് കിട്ടിയതാണ് അർജുനെ. ഒറ്റക്കായി പോയ അർജുനെ അവരവരുടെ കൂട്ടത്തിൽ ചേർത്തു. ഇപ്പൊ 5 കൂടി സ്വന്തമായിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്താലെന്നൊരു പ്ലാനിങ്ങും പെൻഡിങ്ങിലാണ്. ഇതിനിടയിലാണ് അർജുന്റെ മാരേജ് ഫിക്സ് ചെയ്ത്. പക്ക അറേഞ്ച്ഡ് മാരേജ്. അർജുന്റെ ജാതകത്തില് 26-ാം വയസ്സിനുള്ളിൽ കല്യാണം കഴിഞ്ഞില്ല, പിന്നെ 40-ാം വയസ്സിലേ ഉള്ളു പോലും. സ്വാഭാവികമായിട്ടും അർജുന്റെ അമ്മാവന് വേഗം ഒരു പെണ്ണ് കാണാൻ കൊണ്ടുപോയി വളരെ പെട്ടെന്ന് തന്നെ ഫിക്സ് ആക്കുകയും ചെയ്തു. പെണ്ണിന്റെ പേര് അവന് അറിയാവോ? അങ്ങനെ കല്യാണത്തിനോടനുബന്ധിച്ച് ഒരു വീക്ക് ലീവ് എടുക്കാൻ വന്നാണ് അർജുൻ. കൂട്ടത്തിൽ 4 സംഘത്തെ വിളിക്കുകയും ചെയ്തു. അമ്മേ, എന്റെ കാതിലിടുന്ന ജിമിക്ക എവിടെ? അനു വീട്ടിലൊരു മൂലയിൽ നലറുന്നുണ്ട്. ഞാനാണ് നിന്റെ ജിമിക്കയുടെ സെക്യൂരിറ്റി. മാതാശ്രീ അതേ ട്യൂണിൽ അടുക്കളയും തിരിച്ചു ചോദിച്ചു. അപ്പോഴാണ് അനുവിന്റെ അനിയൻ കിച്ചു രംഗപ്രവേശനം ചെയ്ത്. പെട്ടെന്ന് അനുവിനെ കണ്ടതും അവനെ എന്തോന്ന് പിന്നിലേക്ക് ഒളിപ്പിച്ച് അവൾ കണ്ടു. എന്താടാ അത്? ഒന്നുമില്ലല്ലോ. അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും തലയാട്ടിക്കൊണ്ട് പറഞ്ഞു. പിന്നെ നീ എന്താ പുറകിലേക്ക് ഒളിപ്പിക്കാൻ നോക്കിയേ? ഒന്നുമില്ല ചേച്ചി, ഇതേ കണ്ടോ, നോക്ക്. കിച്ചു ഓരോ കൈയും പുറകിൽ നിന്നിട്ട് അവിടെ കാണിക്കുന്നുണ്ട്. ഓഹോ, ചെക്കനാനു പിടിച്ചിരുത്തി അവൻ പുറകിൽ ഒളിപ്പിച്ച സാധനങ്ങൾ പിടിച്ചു വാങ്ങി. എന്റെ ദൈവമേ, എടാ നിന്നെ ഞാൻ, അയ്യോ അമ്മേ, ചേച്ചിനെ കൊല്ലാൻ വരുന്നേ അതും പറഞ്ഞ ആളിന് ചുറ്റും ഓടുന്നുണ്ട് കിച്ചു. തൊട്ടുപുറകെ കിച്ചുവിന്റെ ലോറി ടോയ് കയ്യിൽ വെച്ച് അനുവുമുണ്ട്. സംഭവം എന്താന്നല്ലേ, നമ്മുടെ അനുവിന്റെ കാണാതായ ചിമിക്കില്ലേ, അനു മാതാശ്രീയോട് അന്വേഷിച്ച അതേ ചിമിക്കി. അത് നമ്മുടെ കിച്ചൂട്ടന്റെ ലോറിക്ക് അവൻ അലങ്കാരമായി ഇട്ടിട്ടുണ്ട്. കിച്ചു, മര്യാദക്കോടെ നിന്നോ. അറിഞ്ഞോണ്ട് ആരെയും നിന്നരുവോ? ആ ജിമിക്ക് എത്ര വരാന്നറിയോ? എന്റെ 200 രൂപന്റെ മുതലാണത്. മുതലയോ? അല്ലടാ മുതല്. അത് നിനക്കിടുന്നതിലും മേച്ചാ ലോറിക്ക. ഓടുന്നതിന് കിച്ചോളെ കളിയാക്കുന്നുണ്ട്. ഡാ, അവനിക്കിടന്ന് അലറി. ഓ, ഇതിങ്ങൾ ഇന്ന് ഞാൻ. കിച്ചണിൽ നിന്ന് ഇറങ്ങിയ ദേവികാണെന്ന് ഹാളിന് ചുറ്റും ഓടിക്കളിക്കുന്ന പട്ടികളെയാണ്, സോറി അവരുടെ കുട്ടികളെയാണ്. അനു, കിച്ചു ഒന്ന് നിർത്തുന്നുണ്ടോ? നമുക്ക് കല്യാണത്തിൽ പോകാൻ നേരായി. മാതാശ്രീ ഓൺ ഫയർ. പക്ഷെ ഇതൊക്കെ ആരുണ്ട് കേൾക്കുന്നു? അവിടെ ഇപ്പോഴും ടോം ആൻഡ് ജെറി യുദ്ധം തന്നെയാണ്. ഓഹോ, ഇപ്പൊ ശരിയാക്കി തരാം പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് അറിയുന്നതുകൊണ്ട് തന്നെ ദേവിക എന്തോ അന്വേഷിച്ചുകൊണ്ട് കിച്ചന്റെ അകത്തേക്ക് പോയി. വീണ്ടും തിരിച്ച് ആളിലെത്തി. വെറും കൈയോടെ കേട്ടോ, ഒരു ചൂലും കയ്യിലുണ്ട്. പെട്ടെന്ന് കിച്ചണിൽ കയറിയപ്പോൾ ദേവിക്ക് ആദ്യം കയ്യിൽ കിട്ടിയെടുത്ത് ഇങ്ങ് പോന്നു. അന്വേഷിച്ച് കണ്ടെത്താൻ സമയമില്ല, അതുകൊണ്ടാണ്. പിന്നെ അവിടെ ഒരു ചേസിംഗ് ആയിരുന്നു. കിച്ചുവിന്റെ പുറകെ അനു, അനുവിന്റെ പുറകെ ദേവകി. അവസാനം ഏതെങ്കിലും ഒന്നിനെ താഴെ വീഴ്ത്താന്ന് കരുതി ദേവകി ചൂരൽ വീശി എറിഞ്ഞു. കിച്ചു അനുവും കുനിഞ്ഞു. ദേവി, ഈ ഷർട്ട് മതിയോ കല്യാണം? അശോകന്റെ ശബ്ദം കേട്ടതും, ഈ ശബ്ദം എവിടെയോ കേട്ട് നല്ല. അയ്യോ അശോകേട്ടാ. കല്യാണത്തിന് പോകാൻ വേണ്ടി ഏത് ഷർട്ട് ഇടുന്നെന്ന് പ്രിയ പത്നിയോട് ചോദിക്കാമെന്നായിരുന്നു അശോകൻ, അനുവിന്റെയും കിച്ചുവിന്റെയും അച്ഛൻ. അനുവും കിച്ചും കുനിഞ്ഞ കറക്റ്റ് ടൈമിൽ ചൂല് നേരെ പോയി ലാൻഡായത് അശോകന്റെ നെഞ്ചത്താണ്. കിച്ചു അനുവും ചിരിക്കുന്നുണ്ട്. അശോകേട്ടാ സോറി, ഞാൻ ഈ കുരുത്തം കിട്ടികളെ എറിയാൻ നോക്കിയതാ. ദേവിക അശോകന്റെ അടുത്ത് നിന്ന് നെഞ്ചിറക്കി കൊടുക്കുന്നുണ്ട്. ആ, ബോണസ് ആയിട്ട് നിനക്ക് എന്നെയും കിട്ടിയല്ലേ. അനുവും കിച്ചുവും ചിരിയടക്കാൻ പാടുവിട്ട് അവസാനം ഒരു പൊട്ടിച്ചിരിയായി. 10 മിനിറ്റുള്ളിൽ റെഡി ആയില്ലെങ്കിൽ പിന്നെ ആ പൂളിംഗ് കോമ്പ് എടുക്കും, വേണോ? അശോകൻ ശബ്ദത്തിന് കുറച്ച് ബേസ് കൂട്ടി. ഹലോ ഹലോ മതി. വേണ്ട. രണ്ടും ഒരേ സ്വരത്തിൽ. ആ എങ്കിലും വേഗം വിട്ടോ. അശോകൻ. രണ്ട് റൂമിലേക്ക് ഓടി. പിന്നീട് അങ്ങോട്ട് ഒരുങ്ങുന്ന തിരക്കിലായിരുന്നു എല്ലാവരും. അങ്ങനെ അവരുടെ കാറ് കല്യാണ ഓഡിറ്റോറിയത്തിലേക്ക് പുറപ്പെട്ടു, ഒരു പടക്കുതിരയെ പോലെ. കാർ അവിടെ എത്തുന്നതിന് മുമ്പ് അതിൽ പോയ ആൾക്കാരെ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ അല്ലേ? നമ്മുടെ ഒരു നായികയാണെന്തോ ആ പോയത്, പേര് അനുപ്രിയ.
ഡിഗ്രി തേർഡ് ഇയർ ആണ്. കൂട്ടിന് 2 ഇതേ സ്വഭാവമുള്ള കസിൻസ് ഉണ്ട്. വഴിയെ പരിചയപ്പെട്ടോളൂ. പിന്നീടുള്ള നമ്മുടെ അനുവിന്റെ അനിയൻ കിഷാൻ എന്ന കിച്ചു. 3ാം ക്ലാസ് എത്തിയിട്ടുള്ള കക്ഷി. അനുണ്ടായ ഒരു 13 വർഷം ഗ്യാപ്പ് ഇട്ടിട്ടാണ് കിച്ചു ഉണ്ടാവുന്നത്. അനു തന്നെയാണ് അവന് കിഷാൻ എന്ന പേര് വെച്ചത്. അച്ഛൻ അശോകൻ ടൗണിൽ ഒരു കുഞ്ഞ് ഇലക്ട്രോണിക് ഷോപ്പ് നടത്തുവാണ്. അമ്മ ദേവകി ഹൗസ് വൈഫാണ്. അനുവിനോടും കിച്ചിനോടും ദേവകിയോട് അകത്തേക്ക് കയറിക്കൊള്ളാൻ പറഞ്ഞിട്ട് അശോകൻ കാർ പാർക്ക് ചെയ്യാൻ പോയി. അവരകത്തേക്ക് കയറിയതും ദേവി എന്നും പറഞ്ഞൊരു കൂട്ടം പരദൂഷണ ടീം ദേവിയെ കൂട്ടിക്കൊണ്ടുപോയി. കിച്ചു വാട എന്നും പറഞ്ഞ് കിച്ചുവിന്റെ ഏജുള്ള അവൻ അറിയുന്ന കുറച്ചെണ്ണം അവനെയും കൂട്ടിക്കൊണ്ടുപോയി. അനു കാര്യമായി അവളുടെ ഗ്യാങ്ങിനെ അന്വേഷിക്കുകയാണ്. അപ്പോഴാണ് അനു തേടിയ വഴി കാലിൽ ചുറ്റിയ പോലെ അനുവിന്റെ മുഖം തെളിഞ്ഞു. ആ വിളിച്ച ആൾക്കാരെ മനസ്സിലായല്ലോ അല്ലേ? നേരത്തെ പറഞ്ഞ 2 കസിൻസ്, മീനാക്ഷി ആൻഡ് ദേവിക ആൻഡ് മീനാക്ഷി. 3 പേര് ഓടി വന്ന് കെട്ടിപ്പിടിച്ചു. ഒരു പീച്ച് കളർ ലഹങ്കയാണ് അനുവിന്റെ വേഷം. അതിന്റെ ലാവൻഡർ കളറാണ് മീനുവിന്റെ. ലൈറ്റ് ഗ്രീനാണ് ദേവുവിന്റെയും. എങ്ങനെയുണ്ട്? കെട്ടിപ്പിടിക്കലെല്ലാം കഴിഞ്ഞപ്പോൾ അനു ചെറുതായെന്ന് കറങ്ങിക്കൊണ്ട് ചോദിച്ചു. ആ വലിയ കുഴപ്പമൊന്നുമില്ല. പോണി ദേവ് എങ്ങനെയുണ്ടടാ? കൊള്ളാവോ? മീനു കളിയാക്കി പറഞ്ഞപ്പോൾ അനു ദേവുവിനോട് ചോദിച്ചു. സൂപ്പറായിട്ടുണ്ട്. ഇത് കിടക്കി തിമിർത്തു പൊളിച്ചു. എന്നാലും എന്റെ അത്ര വരൂല. ഓ വലിയ താല്പര്യമില്ലാത്ത ഒരാനും പറഞ്ഞു. മീനു പൊട്ടിച്ചിരിക്കുന്നുണ്ട് ദേവുവിന്റെ ആ ഡയലോഗ് കേട്ടിട്ട്. ഇതിലും നല്ല ഞാൻ പറഞ്ഞ റിവ്യൂ അല്ലേ അനു? നിനക്ക് അങ്ങനെ തന്നെ വേണം എന്നപോലെയാണ് മീനുമായി ചോദിച്ചത്. ആകെ പോട്ടെ, വധുവരന്മാരെ കണ്ടോ? ഇല്ലടി. സ്റ്റേജ് എവിടെയാണെന്നറിയോ? ഇല്ല. അപ്പൊ നിങ്ങളെന്താ ആദ്യം അന്വേഷിച്ചത്? അനു ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ഫുഡ് ഏരിയ. 2 പേരും ഒരുമിച്ച്. അത് കേട്ട് അനുവിന് സന്തോഷമായി. സംഭവര് കല്യാണത്തിന് പോകുന്നതിനെ ഫുഡ് കിട്ടാനാണ്. അത് വേറെ കാര്യം. ഇന്റർ ടെസ്റ്റിംഗ് ടോപ്പിക് ആയതുകൊണ്ട് തന്നെ ആ ഒരു ഓഡിറ്റോറിയത്തിന്റെ ഒരു അറ്റത്ത് നിന്ന് മറ്റേ അറ്റം വരെ രഹസ്യാന്വേഷണ സംഘത്തെ പോലെ നടന്നു. കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞ് ഓഡിറ്റോറിയത്തിന്റെ സൈഡിൽ ഒരു കാർ വന്ന് നിന്നു. കാറിൽ നിന്ന് ആദ്യം ഇറങ്ങിയത് ആരുഷാണ്. മെറൂൺ കളർ ഷർട്ടും ബ്ലാക്ക് ജീൻസുമാണ് വേഷം. ശേഷം ബാക്കിയുള്ള 3 എണ്ണവും മണം പിടിച്ചിറങ്ങുന്നുണ്ട്. ഹോ സദ്യ തുടങ്ങിയാവോ? ശിവജിവാ വിശന്നിട്ട് കൊടലി വരെ തന്തയ്ക്ക് വിളിക്കുന്നു. ഹോ നീ എന്റെ കൂടെ നടക്കരുത് നന്ദു. അഖിലാണ് അത് നമ്മുടെ നന്ദുവിനോട്. എന്താണ് ബ്രോ, എനിക്ക് നിന്നോട് സ്നേഹമുള്ളതുകൊണ്ടല്ലേ ഞാനിതിട്ടെ? നിഷ്കളങ്കതയുടെ നിറകുടമായി നന്ദു പറഞ്ഞു. ഫ്ലാറ്റിൽ നിന്ന് തുടങ്ങിയതാണ് ഈ അടി. കല്യാണത്തിന് പോകാൻ അഖില ഒരു ബ്ലാക്ക് ഷർട്ടും ജീൻസുമാണ് ഇട്ടത്. അതുപോലെ തന്നെ നന്ദു ഇട്ട് വന്നു. അപ്പൊ തൊട്ട് അഖിൽ നന്ദുവിനോട് പറയുന്നതാണ് മാറ്റി വരാൻ. അവസാനമായിട്ട് ഒരുങ്ങിയിറങ്ങിയ നന്ദു ആയതുകൊണ്ടും സമയമില്ലാത്തതുകൊണ്ടും 2നെയും പിടിച്ച് വണ്ടിയിലിട്ട് കൊണ്ടുവന്നാണ് ആരുഷും വിഷ്ണുവും. 4 ഒരേ ഫ്ലാറ്റിലാണ് താമസം. ഒന്ന് നിർത്തടാ. എന്തിടാ ഇത്? കുറച്ച് സ്റ്റാൻഡേർഡ് ആയിക്കൂടെ എന്നെ പോലെ? എന്തിത്? ആര്? നീയോ? വണ്ടിയിൽ നിന്ന് ഇറങ്ങി ആദ്യം നീ ചോദിച്ച സദ്യ തുടങ്ങിയെന്നല്ലേ? ആരുഷ് വിഷ്ണുവിനെ കളിയാക്കി. അത് കേട്ട് ബാക്കി 2 ചിന്തിച്ചു. അയ്യടാ അങ്ങനെ നീ എന്നെ കളിയാക്കണ്ട. ഈ കല്യാണം കൂടെ വന്ന 40% ആൾക്കാരെ വധുവരന്മാരെ ആശീർവദിക്കാൻ വന്നവരല്ല, ഫുഡ് കെട്ടാൻ വന്നവരാ. അല്ല പിന്നെ. വിഷ്ണു തിരിച്ചടിച്ചു. അത് സത്യം. ഫ്രൂട്ട് സാലഡ് വിത്ത് ഐസ്ക്രീം. ഓ എവിടെയാണാവോ? അഖിലിന്റെ സംശയം. അതൊക്കെ ഫുഡ് അടിച്ചു കഴിഞ്ഞിട്ട് കിട്ടും ബ്രോ. പായസം എത്ര തരം ഉണ്ടാവും ആരുഷേ? നന്ദുവിന്റെ ന്യായമായ സംശയം. അത് നമ്മുടെ ആരുഷിനോട്. പിന്നെ ഞാനാണ് ഇവിടെ സദ്യ ഉണ്ടാക്കിയ പഴയിടം നമ്പൂരി. ഒന്ന് പോടാ. ആരുഷ് വിത്ത് പുച്ഛം. അല്ല ഇവിടെ തന്നെ നിന്നാ മതിയോ? വാ ഉള്ളിലോട്ട് പോവാം. ആദ്യ പന്തി തന്നെ ഇരിക്കാം. ആ നന്ദു ആ ഗിഫ്റ്റ് ബോക്സ് എടുത്തോ. ഓഡിറ്റോറിയത്തിലേക്ക് കയറാൻ പോയതും ആരുഷ് പുറകിലൂടെ നന്ദുവിനോടായി പറഞ്ഞു. എടാ അത് സദ്യ കഴിഞ്ഞിട്ട് കൊടുത്താ പോരെ ബ്രോ. ഇവനെ ഇന്ന് ഞാൻ വേണ്ട, ഞാൻ പോയി എടുത്തു വരാം. ദേ പോയി ദാ വന്നു. നന്ദുവിന് നേരെ വരുന്ന ആരുഷിനെ കണ്ടതും അവൻ കാറിന്റെ അടുത്തേക്ക് ഓടി. ഹലോ ഗായ്സ്, ഞങ്ങൾ ഞങ്ങളുടെ കസിന്റെ കല്യാണത്തിന് വന്നാണ് ഗായ്സ്. ദേവാണ് അലറുന്നത്. ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള ശ്രമത്തിലാണ് ദേവ്. അതിനുവേണ്ടിയുള്ള റിഹേഴ്സലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. താലികെട്ടിന് ശേഷമേ ഫുഡ് കൊടുത്ത് തുടങ്ങുള്ളൂ എന്ന് കേട്ടപ്പോൾ ചുമ്മാ സമയം പോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് കരുതി. ഉണ്ടായിരുന്ന വെൽക്കം ഡ്രിങ്കൊക്കെ കുടിച്ചു കയറ്റിയിരുന്നപ്പോൾ അടുത്ത വായ്നോട്ടം സ്റ്റാർട്ട് ചെയ്ത് മര്യാദക്കൊന്നിനെയും കിട്ടാതായപ്പോൾ അനുവും മീനുവും ദേവിനെ പ്രലോഭിപ്പിച്ച് വീഡിയോ എടുപ്പിക്കലായി. എന്റെ ദേവു കുറച്ചുകൂടെ നല്ല പോലെ അലറ്, എന്നാലും റീച്ച് കിട്ടൂ. എന്ത് കീച്ച് കിട്ടുമെന്നോ? അല്ലടി റീച്ച്. ഓ നീ കാർത്തിക് സൂര്യയുടെ വീഡിയോ ഒന്നും കാണില്ല അല്ലേ? അതെ അതെ, ഒന്നുകൊണ്ട് ട്രൈ ചെയ്ത് ദേവു, നിന്നെ കൊണ്ട് പറ്റും. മീനുവും സപ്പോർട്ട് കൊടുത്തു. അത് കേട്ടും ദേവു അതൊരു അലർച്ച തന്നെയായിരുന്നു. അനുവും മീനുവും ചെറുതായിട്ടൊന്ന് ഞെട്ടിപ്പോയി. കുട്ടിക്ക് ചെറുതായിട്ട് ബുദ്ധി കുറവുള്ള കാര്യം ഇരുവരും ആ സമയം മറന്നുപോയിരുന്നു. എല്ലാവരും അലർച്ച കേട്ട് ഞെട്ടി ദേവൂര് നോക്കുന്നുണ്ട്. എന്തിനേറെ പറയുന്നു. കുറച്ചു മാറി വെൽക്കം ഡ്രിങ്ക് കുടിച്ചുകൊണ്ടിരുന്ന അഖിലിന്റെ ശിരസിൽ വരെ കയറി ചുമക്കാൻ തുടങ്ങി. ചുമച്ച് പണ്ടാരടങ്ങി. ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ് വായു വലിച്ചെടുക്കാൻ രൂപപ്പെടുത്തിയത്. നന്ദു തലയിൽ തട്ടി കൊടുക്കുന്നുണ്ട്.
എന്റെ പൊന്നു കൊച്ചേ, ഇവരൊക്കെ ഈ കല്യാണം കൂടാൻ വന്നവരാ. ഇവരെ പറഞ്ഞയക്കരുത്. കുഞ്ഞിന് അത്രയ്ക്ക് നിർബന്ധാശ. അപ്പുറത്തൊരു പറമ്പുണ്ട്, അവിടെ പോയി അലറിക്കോ. അവിടെ ഇന്നലെ അമ്മാവൻ ദേവിനെ നോക്കി പറഞ്ഞു. അയാളെ നോക്കി വെളുക്കനൊന്നും ചിരിച്ച ശേഷം ദേവ് ബാക്കി രണ്ടെണ്ണത്തിന് അടുത്ത് വന്നിരുന്നു. അവരാണെങ്കിൽ ചിരി കടിച്ചു പിടിച്ചിരിക്കുകയാണ്. സാരലടി ദേവ്, ഇവർക്ക് ആർക്കും നിന്റെ കഴിവിനെ കുറിച്ച് ഒന്നും അറിയില്ല. നീ കഴിവേറി ഒരു കഴിവേറിയാണെന്നുള്ള കാര്യം പോലും അവർക്ക് അറിയില്ല. അതിനെ അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ആ എന്താണത്, സൈറൺ വല്ലതുമാണോ? അഖിൽ അറിയില്ലടാ. കുറച്ച് മാറി നിൽക്കുന്നുകൊണ്ടും കുറെ ആൾക്കാരുള്ളതുകൊണ്ടും ശബ്ദം മാത്രമേ നമ്മുടെ ആൺപടകൾ കേട്ടുള്ളൂ. ശബ്ദത്തിന്റെ ഉറവിടെ ഇവിടെ നിന്നാണെന്ന് മനസ്സിലായില്ല. ഹൈ, മുഹൂർത്തം ആവാനായിരിക്കണോ? വധു വരനും സ്റ്റേജിലേക്ക് വന്നോളാ. ശാന്തി പറഞ്ഞു. ആൺപടകളോട് സംസാരിച്ചുകൊണ്ടിരുന്ന അർജുനെ അവന്റെ അമ്മ വന്ന് വിളിച്ചു. അർജുൻ, ശാന്തി വിളിക്കുന്നു, വാ. അർജുന്റെ അമ്മ പറഞ്ഞു. ഇവൻ കെട്ടാൻ പോകുന്ന അഞ്ജലി എന്ന കുട്ടിയല്ലേ, പിന്നെന്തിനാ ശാന്തി ഒന്ന് വിളിക്കുമ്പോ ഇവൻ പോകുന്നു? പിന്നെ കല്യാണം പോയി നീ നടത്തി കൊടുക്കൂടാ. അപ്പൊ ശാന്തിയാണ് ഇവരുടെ കല്യാണം നടത്തുന്നത്? കൊച്ചു കള്ളി, ഈ വെളിതൊക്കെ എങ്ങനെ പഠിച്ചു? ആ ബെസ്റ്റ്. എടാ വിവരമില്ലാത്തവനെ, മന്ദബുദ്ധി, കണ്ണിൽ കുരുടാ, നീ എത്ര കല്യാണത്തിന് പോയിട്ടുണ്ട്, എന്നിട്ടും നിനക്ക് അറിയൂലേ ശാന്തി ആരാണെന്ന്? ഇല്ല ബ്രോ, കല്യാണത്തിന് പോയ സദ്യക്ക് എത്ര കൂട്ടം പായസം ഉണ്ടെന്നാ ഞാൻ ആദ്യം തിരക്കില്. അതിൻ്റെ ഇടയിൽ ശാന്തിയെ പരിചയപ്പെടാൻ മറന്നുപോയെന്നേ. ഇന്നെന്തായാലും ഞാൻ പരിചയപ്പെട്ടിരിക്കും. എവിടെ ശാന്തി? ശാന്തി, ശാന്തി മിണ്ടാണ്ടിരിക്കടാ. എടാ നന്ദു, ശാന്തി എന്ന് പറഞ്ഞ വേണ്ട. എന്തോ പറയാൻ പോയ വിഷ്ണുവിനെ ആരുഷ് തടഞ്ഞു. അവന് പരിചയപ്പെടുന്നല്ലേ പറഞ്ഞോളൂ, അവൻ പരിചയപ്പെട്ടോട്ടെ. ആരുഷ് ഒരു കള്ളച്ചിരിയോടെ പറഞ്ഞു. വിഷ്ണുവിന് ചിരി വന്നു. ഓ ആയിക്കോട്ടെ, പരിചയപ്പെട്ടിട്ടേ ഉള്ളൂ അല്ലേ? പിന്നെന്താ, പെട്ടോട്ടെ. അതാണ്, ഇങ്ങനെ സപ്പോർട്ട് വാങ്ങിത്തരുന്ന സുഹൃത്തുക്കളാവണം. അല്ല, സപ്പോർട്ട് തരുന്ന സുഹൃത്തുക്കളാണോ? ബൈ ദ ബൈ ഗൈസ്, ആ പെൺകുട്ടിക്ക് എന്നെ ഇഷ്ടമായാൽ അടുത്തത് ഞങ്ങളുടെ മാരേജ് ആയിരിക്കും കേട്ടോ. എന്നെ ഇഷ്ടപ്പെട്ടാൽ മതിയായിരുന്നു. എങ്ങനെ ഇഷ്ടപ്പെടാണ്ടിരിക്കുമല്ലേ? നന്ദു വിത്ത് ഫുൾ കോൺഫിഡൻസ്. അത്രയും നേരത്തെ തന്നെ വേണോ നന്ദു? ആരുഷാണ്. വേണം ബ്രോ. ആക്ച്വലി നമ്മുടെ ഗ്യാങ്ങിൽ ഫസ്റ്റ് മാരേജ് കഴിയേണ്ട എൻ്റെ ആവണമെന്നായിരുന്നു. അതിൻ്റെ ഇടയിൽ അർജു ഗോൾ അടിച്ചു. സാരമില്ല, അടുത്തത് എൻ്റെ മാരേജ് ആവും. ശാന്തി നന്ദകിഷോർ ശാന്തി. ശാന്തി. സ്വന്തമായി കുറെ ദിവാസ്വപ്നങ്ങൾ കാണുന്നുണ്ട് നന്ദു. പാവം, അവനറിയില്ലല്ലോ അതൊരു ദുസ്വപ്നമാണെന്ന്. ബാക്കി മൂന്നും കഷ്ടപ്പെട്ട് ചിരി കടിച്ചു പിടിച്ച് നിൽക്കുകയാണ്. അങ്ങനെ താലിയിട്ട് ഭംഗിയായി നടന്നു. അർജുന്റെ പാതിയെ അഞ്ജലി മാറി. ഇരുവരും നിറച്ചിരിയിൽ ആ നിമിഷം ആസ്വദിച്ചു. അനു വടി, വാടി. താലിയിട്ട് കഴിഞ്ഞ് ഇപ്പൊ പോയ സീറ്റ് പിടിക്കാം. ദൂരേക്ക് മാറി താലിയിട്ട് നോക്കി നിൽക്കുന്ന അനുവിന്റെ കയ്യിൽ പിടിച്ച് വലിക്കുന്നുണ്ട് മീൻ. 3 പേരും സീറ്റ് പിടിക്കാൻ വേണ്ടി ഓടി, PT ഉഷയെ പോലെ. ഇതേ സമയം ആൺപടകളും ഫസ്റ്റ് പന്തിയിലിരിക്കാനായി ഓട്ടത്തിന്റെ വേഗത കൂട്ടി വരുന്നുണ്ട്, ഉസൈൻ ബോൾട്ടിനെ പോലെ. ആദ്യ ബാച്ചിന് കാരണം പായസം തിന്നാ ഞാൻ കരയും സത്യമായിട്ടും. അങ്ങനെ 2 ടീമുകളും ശ്രദ്ധിക്കാതെ നടന്നപ്പോൾ അനുവും ആരുഷും നേരെ കൂട്ടിയിടിച്ചു. അനുവിന്റെ ഫോൺ താഴെ വീണു. അനു, തനിക്ക് തന്നെ കണ്ണൂടെ? അനു ചോദിച്ചു. നിനക്കും നോക്കി നടക്കായിരുന്നല്ലോ. ആരുഷും വിട്ടുകൊടുത്തില്ല. ഓഹോ, തെറ്റ് ചെയ്തിട്ട് എന്നെ പഠിപ്പിക്കുകയാണോ? ആരും തെറ്റിദ്ധരിക്കല്ലേ. അനുവിന് വിശന്നിട്ട് ഓൾറെഡി കൺട്രോൾ പോയി നിൽക്കുകയാണ്. വിശന്നിട്ട് കണ്ണ് കാണാൻ പാടില്ലാതെ ഇന്നത്തെ ഫുഡ് ആലോചിച്ചിട്ട് പെണ്ണ് രാവിലെ മുതൽ പട്ടിണിയാ. അതുകൊണ്ടാട്ടോ ഞാൻ തെറ്റിയെന്ന് ആരതനോട് പറഞ്ഞ്. ആരുഷ് കരിപ്പും കൂടായി. 2 പേരും തുറിച്ചു നോക്കി പേടിപ്പിച്ചുകൊണ്ട് നിൽക്കുകയാണ്. കൂട്ടത്തിൽ ഒന്നിനെ മിസ്സായതറിഞ്ഞ ആൺപടകളും പെൺപടകളും തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് പോരുകോഴികളെ പോലെ നിൽക്കുന്ന ആരുഷിനെയും അനുവിനെയുമാണ്. അവരുടെ വാക്ക് തർക്കത്തിൽ തന്നെ എന്താണ് പ്രശ്നമെന്ന് 2 കൂട്ടർക്കും ഇരുവരുടെ അടുത്തെത്തിയപ്പോൾ തന്നെ മനസ്സിലായി. അനു മതി, നിർത്ത്. ദേവോളെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ആരുഷി ഒന്നും മതിയാക്കി വേടാ. വിഷ്ണുവാണ്. ഇവൻ അങ്ങനെ വിട്ടാൽ ശരിയാവൂല ദേവു. നീ എന്നെ എന്താക്കൂടി? അഹങ്കാരി. തന്നെ മറ്റവിടെ പോയി വിളിക്കണോ മത്തങ്ങാ പോറ. വീണ്ടും എന്തോ പറയാൻ പോയ 2 കൂട്ടരും പിടിച്ചു മാറ്റിക്കൊണ്ടുപോയി. പക്ഷെ പോകുമ്പോഴും അഹങ്കാരി, ജാട, കൊമ്പത്തി. ആരുഷ് പിറുപിറുത്തിരിക്കുകയാണ്. 5 മിനിറ്റിന് ശേഷം എല്ലാവരും ഫുഡ് കഴിക്കാനായിരുന്നു. പക്ഷേ വരാനുള്ളത് വഴിയിൽ തങ്ങില്ലെന്നാണല്ലോ. അത് ടാക്സി പിടിച്ചായാലും വന്നോളും. ആരുഷിന് സീറ്റ് കിട്ടിയത് നമ്മുടെ അനുവിന്റെ തൊട്ടടുത്ത സീറ്റ്. ഇരുവരും കഴിക്കാനുള്ള തയ്യാറെടുപ്പിൽ തൊട്ടടുത്ത് ആരായിരിക്കുന്നത് നോക്കാനും നേരം കിട്ടിയില്ല. അങ്ങനെ സദ്യ വിളമ്പാൻ തുടങ്ങി. ചെറിയ ചെറിയ വിഭവങ്ങൾ വാഴയിൽ സ്ഥാനം പിടിച്ചുകൊണ്ടിരുന്നു. കാളനെത്തി, ഓലനെത്തി, പപ്പടമെത്തി, ചോറെത്തി, സാമ്പാറെത്തി. എന്നാൽ ഹാളിൽ ഫിറ്റ് ചെയ്ത വാൾ ഫാനിന്റെ ചെറിയ കാറ്റിൽ അനുവിന്റെ ഇലയിലെ പപ്പടം തൊട്ടടുത്ത ആരുഷിന്റെ ഇലയിലേക്ക് പറന്നെത്തി. എക്സ്ക്യൂസ് മീ, ഇതെന്റെ പപ്പ. തൊട്ടടുത്തിരിക്കുന്ന ആളോട് ഇതെന്റെ പപ്പടാണെന്ന് വിനയത്തോടെ പറയാൻ നോക്കിയപ്പോഴാണ് ആരുഷിനെ അനു കാണുന്നത്. അതോടെ വിനയം പോയി ദേഷ്യമായി. തന്റെ പപ്പയോ?
അനുവാണ് തൊട്ടടുത്തിരുന്നറിഞ്ഞ ആരുഷിന്റെ മുഖത്തും ചെറുതായി ദേഷ്യം വരാൻ തുടങ്ങി. പക്ഷെ ആ ദേഷ്യം ഒരു കള്ളച്ചിരിയായി മാറി. ഹലോ, ഇതെന്റെ പപ്പടാ. ആഹാ, ഇപ്പൊ ഇത് എന്റെ ലീലല്ലേ? അതുകൊണ്ട് അതായത് കുരുവി സെക്ഷൻ 18 മോട്ടോർ വെഹിക്കിൾ പണിഷ്ഫുൾ പീപ്പിൾ ടു അറാക്ട് ഇന്ത്യൻ പീനൽ കോഡ്. എന്ത്? ആ തമ്പുരാനറിയാം. ബൈ ദ ബൈ, ഇന്ത്യയുടെ ഭരണഘടന പ്രകാരം ഇപ്പൊ ഇത് എന്റേതാണ്. കാരണം ഈ പപ്പടം കിടക്കുന്നത് എന്റെ അധീനതയുള്ള ഇലയിലാണ്. വിഷ്ണു വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ട് ചിരിച്ചുപോയി. എനിക്ക് ആ പപ്പടം വേണം. തരില്ല. ആരുഷ് മറ്റേ കയ്യിൽ 2 പപ്പടം മാറ്റി പിടിച്ചു. താടോ പോടി. അവസാനം പപ്പടം വിളമ്പുന്ന ചേട്ടൻ വന്ന് അനുവിന്റെ ഇലയിൽ പപ്പടം വെച്ച് കൊടുത്തു. ഇതാ മോളെ, ഇനി പപ്പടത്തിന് വേണ്ടി ലോകയുദ്ധം വേണ്ട. പപ്പടത്തിന് വേണ്ടി അടികൂടുന്ന ന്യൂജൻ കാല പത്രത്തിലെ വാർത്തയൊക്കെ വായിക്കാറില്ലേ? നാണം കെടുത്തരുത്. പപ്പടം കിട്ടിയതോടെ അനുവിന്റെ മുഖത്ത് വിജയിച്ചിരി വിരിഞ്ഞു. കണ്ടോ, ഒടുവിൽ നീ തോറ്റമ്പി. ഏയ്, ഞാൻ തോറ്റതല്ല, ഐക്യരാഷ്ട്രസഭ ഇടപെട്ടതാ യുദ്ധം നിർത്താൻ. അങ്ങനെ എല്ലാവരും സദ്യ ആസ്വദിച്ചുകൊണ്ടിരിക്കെ അവസാനമായി പായസത്തിന്റെ ഊഴമെത്തി. നന്ദു അപ്പോഴേക്കും പായസത്തിനായി ഇല റെഡിയാക്കി വെച്ചു. ചേട്ടാ, എല്ലാത്തിന്റെയും ഓരോന്ന് വേണം കേട്ടോ. എന്ത്? അതെ, ഈ റിസർച്ച് പർപ്പസാ, കമ്പാരിസൺ ചെയ്യണം. അഖിൽ നന്ദുവിന്റെ സംസാരം കേട്ട് അവരെ തലക്കൊരു കൊട്ടുകൊടുത്തു. നന്ദു അവനെ നോക്കി ഇളിച്ചു കാണിച്ചു. അങ്ങനെ സദ്യ എല്ലാം കഴിഞ്ഞ് കൈ കഴിയുവന്ന നന്ദു ചുറ്റുപാരെയും നോക്കുന്നുണ്ട്. എന്താടാ നീ എന്തെങ്കിലും നോക്കുന്നേ? ശാന്തിയോടെ. എന്തിനാടാ? അല്ല, ശാന്തി ഒന്ന് പരിചയപ്പെടുന്നത് ഞാൻ പറഞ്ഞിരുന്നല്ലോ. നേരെ പോയിക്കോ, അവിടെ കാണാം. ആരുഷ് ചിരി ഒളിപ്പിച്ചുകൊണ്ട് നേരെ സ്റ്റേജിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു. നന്ദു നേരെ മണ്ഡപത്തിലേക്ക് നടന്നു. അവിടെ ബ്രൈഡിന്റെയും ഗ്രൂമിന്റെയും കൂടെ കുറെ ഫാമിലീസ് ഫോട്ടോ എടുക്കുന്നുണ്ട്. മണ്ഡപത്തിന്റെ ഒരു സൈഡിലിരുന്ന് വിവാഹ ചടങ്ങുകൾ കഴിഞ്ഞ് പൂജാ സാമഗ്രികൾ ഒരുക്കി വെക്കുകയാണ് ശാന്തിക്കാരൻ. നന്ദു ദൂരെ നിന്നും നോക്കി. നന്ദു മണ്ഡപത്തിന്റെ അടുത്തേക്ക് ചെന്നു. ഈ വീട് ഒരു പെൺകുട്ടിയെയും കാണുന്നില്ലല്ലോ. എവിടെ എന്റെ ശാന്തി? ശാന്തി, ശാന്തി. നന്ദു ഒന്ന് ചുറ്റും നോക്കി. എന്നിട്ട് പതിയെ അവിടെ ഇരിക്കുന്ന ശാന്തിക്കാരൻ്റെ അടുത്തേക്ക് ചെന്നു. ചേട്ടാ, ഈ ശാന്തി? അവൻ ചോദിച്ച പൂജാരി തിരിഞ്ഞു നോക്കി. അതേ മോനെ, അയാൾ പറഞ്ഞു. നന്ദു ചുറ്റും നോക്കി. അല്ല, ഈ ശാന്തി എവിടെയാ? നോം തന്നെയാ ശാന്തിക്കാരൻ, പറഞ്ഞോളൂ. നന്ദു ഏകദേശം പകച്ചിരിപ്പാണ്. അതായത് ഈ ശാന്തി നിങ്ങളാണോ? നന്ദുവിന്റെ സംശയം മാറിയില്ലെന്ന് തോന്നുന്നു. അതേ മോനെ, എന്താ കാര്യം? ഇതെല്ലാം കേട്ടുകൊണ്ട് പുറകിൽ നിന്ന് ആരുഷും വിഷ്ണു അകലും പൊട്ടിച്ചിരിക്കുന്നുണ്ട്. നന്ദുവിന്റെ എക്സ്പ്രഷൻ കാണാൻ വേണ്ടി അവന് പുറകെ തന്നെ ഉണ്ടായിരുന്നു 3 പേരും. നന്ദുവിന്റെ മുഖം ചുവന്നു. അവൻ ശാന്തിയുടെ അടുത്ത് നിന്ന് തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരുടെ അടുത്തേക്ക് വന്നു. ഓ, എന്തു പറ്റി നന്ദുട്ടാ? നിന്റെ മുഖമൊക്കെ സുവന്നല്ലോടെ കുട്ടാ. എടാതവന്റെ ശാന്തിയെ കണ്ടിട്ട് ബ്ലഷ് അടിച്ചതാടാ. നിങ്ങളെന്നെ പറ്റിച്ചതല്ലേ? ഞങ്ങളോ? നിനക്കല്ലേ ശാന്തിയെ പരിചയമുണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളതിന് സപ്പോർട്ട് ചെയ്തിട്ടല്ലേ ഉള്ളൂ. അത് ബ്രോ, ശാന്തി എന്ന് കേട്ടപ്പോ ഞാൻ കരുതി പെണ്ണാവുന്നു. നന്ദുവിന് സങ്കടം. നന്ദു, ആരുഷ് അവന്റെ മുഖം കണ്ട സീരിയസ് ആയെന്ന് വിളിച്ചു. എന്താ ബ്രോ? അല്ല, നിങ്ങളുടെ കല്യാണം അടുത്തന്നെ ഉണ്ടാവുക ശാന്തിയായിട്ട്? ആരുഷ് വീണ്ടും അവനെ കളിയാക്കി. ബ്രോ, ദിസ് ഈസ് ടു മച്ച് ബ്രോ. അവൻ കുറച്ച് ഒച്ചത്തിലാണ് ആരുഷിനെ വിളിച്ചത്. അല്ലോ നന്ദു, അയാളെ കണ്ടിട്ട് കെട്ടി 2 പിള്ളേരുണ്ടെന്ന് തോന്നുന്നു. നിനക്കതൊന്നും പ്രശ്നമല്ലല്ലോ അല്ലേ? എടാ പട്ടി എന്നും പറഞ്ഞ് നന്ദു അഖിലിന്റെ അടുത്തേക്ക് പോകാൻ നോക്കിയതും അഖിൽ ഓടി. അവന് പിന്നാലെ നന്ദു അവനെ പിടിക്കാനായി ഓടി. ഈ സമയത്താണ് സദ്യ കഴിഞ്ഞ അനുവും മീനും ദേവും കൂടി സ്റ്റേജിലേക്ക് കയറുന്നത്. ബ്രൈഡായ അഞ്ജലി ഇവരുടെ കസിനാണ്. അഞ്ജലി പെൺപടകളോട് സംസാരിക്കാൻ പോയി. അപ്പോഴാണ് അർജുൻ അവിടെ കുറച്ച് മാറി നിൽക്കുന്ന ആരുഷിനെയും വിഷ്ണുവിനെയും കാണുന്നത്. അവൻ അവരുടെ അടുത്തേക്ക് പോയി. ദാ, നിങ്ങളെന്താണ് ഇവിടെ മാറിക്കുന്നത്? ഭാഗ്യരണ്ടാണ് അവിടെ? അർജുൻ ചോദിച്ചു. ദാ അങ്ങോട്ട് നോക്കൂ. വിഷ്ണു അർജുനൊരു ഭാഗത്തേക്ക് കഴിച്ചുകൊണ്ട് കാണിച്ചു കൊടുത്തു. ഓഡിറ്റോറിയത്തിന്റെ ആളൊഴിഞ്ഞൊരു ഭാഗത്ത് നിന്ന് ഓടിക്കളിക്കുന്ന അഖിലും നന്ദു. ഇവരെന്തിനാണ് ഇങ്ങനെ ഓടിക്കളിക്കുന്നേ? അർജുന്റെ ന്യായമായ ചോദ്യം. ആരും വിഷ്ണു അവന്റെ ശാന്തി പ്രണയത്തെ കുറിച്ചെല്ലാം പറഞ്ഞു കൊടുത്തു. അർജുൻ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. ചുമയാടാ, അഡ്മിറ്റായിരുന്നു ഒരാഴ്ച. നന്ദു, അത് മതി, ഇങ്ങ് വന്നേ, ഒരു ഫോട്ടോ എടുക്കാം. ഓടിക്കളിക്കുന്നവരെ അർജുൻ വിളിച്ചു വരുത്തി. ഇതേ സമയം അഞ്ജലി ഇപ്പോഴും അവരോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. ചേച്ചി, ഫുഡ് കഴിച്ചോ? ഇല്ലടാ, കഴിക്കണം. അവിടെ തിരക്ക് കഴിഞ്ഞോ? മെയിനായിട്ടുള്ള തിരക്കുപാടിയും കഴിഞ്ഞു. അതെന്താ അങ്ങനെ പറഞ്ഞേ? മീനു നല്ല വൃത്തിക്ക് അതെല്ലാം വിശദീകരിച്ചു. അഞ്ജലിയും ചിരിക്കാൻ തുടങ്ങി. അതൊക്കെ വിടുവാ, നമുക്ക് ഫോട്ടോ എടുക്കാം. അഞ്ജലി 3 പേരെയും കൂട്ടി ഫോട്ടോ എടുക്കാനായി സ്റ്റേജിൽ കയറി. കറക്റ്റ് അതേ ടൈമിലായിരുന്നു അർജുൻ ആൺപടകളെയും കൂട്ടി സ്റ്റേജിലേക്ക് വന്നത്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടതും ആരും മുഖം തിരിച്ചു. അർജുൻ ആൺപടകളെ അഞ്ജലിക്കും അഞ്ജലി പെൺപടകളെ അർജുനും പരിചയപ്പെടുത്തി. ഫോട്ടോഗ്രാഫർ എല്ലാവരെയും സെറ്റ് ചെയ്യാൻ തുടങ്ങി. ചേട്ടാ, കുറച്ചെടുത്തോട്ട്. കുട്ടി ഒന്നിങ്ങനെ മുന്നോട്ട്.
ആ ഞാൻ അവിടെ നിൽക്കുന്ന ചേട്ടാ ഒന്ന് മാറിയുന്നു. ഫ്രെയിമാണ്. ഓക്കെ, എല്ലാവരും ഒന്ന് ചിരിച്ചേ. അതെ, അത്രക്ക് വേണ്ട. ആരുഷും മസിൽ പിടിച്ച് നിൽക്കുന്നുണ്ട്. ഫോട്ടോഗ്രാഫർ അവരോടൊന്ന് ചിരിക്കാൻ വീണ്ടും പറഞ്ഞു. അത് കേട്ട് താനൊരു നിർബന്ധിത ചിരിച്ചു. ആരുഷ് അതിലും നിർബന്ധിത ചിരിയാണ് ഫിറ്റ് ചെയ്ത്. ഹൈ, കുറച്ചുകൂടെ നന്നായിട്ട്. ആ പോരട്ടെ. ആ ചുണ്ടങ്ങ് വളച്ചു പിടിച്ച് ചിരിക്കുന്ന ഫോട്ടോ നന്നാവണ്ടേ? എന്താണോ നിങ്ങളിരുവരും കോടതിയിൽ വിധി കേൾക്കാൻ നിൽക്കുന്ന പോലെ? രണ്ടുപേരുടെയും മുഖം കണ്ടതും അർജുനാണോ ചോദിച്ചു. അത് കേട്ടത് എല്ലാവരും പൊട്ടിച്ചിരിച്ചു. സമയം കടന്നുപോയി. കല്യാണ ചടങ്ങുകളും ഫോട്ടോ സെഷനെല്ലാം കഴിഞ്ഞു. ഇപ്പൊ എല്ലാവർക്കും ഏറ്റവും ഇമോഷണലായ നിമിഷമാണ് വധു യാത്ര പറയുന്ന സമയം. ഓഡിറ്റോറിയത്തിന്റെ മുൻവശത്ത് കാറ് തയ്യാറായി നിൽക്കുന്നു. അഞ്ജലി ഓരോരുത്തരോട് യാത്ര പറഞ്ഞുകൊണ്ടിരുന്നു. അമ്മയെ കെട്ടിപ്പിടിച്ചതും അഞ്ജലിയുടെ കണ്ണുകൾ നിറഞ്ഞു. അച്ഛനും കണ്ണുടക്കുന്നുണ്ടായിരുന്നു. പെൺപടകൾ അഞ്ജലിയുടെ അടുത്തേക്ക് വന്നു. ആൾക്കും സങ്കടം വരുന്നുണ്ടായിരുന്നു. പിന്നീട് അതൊരു കൂട്ടക്കരച്ചിലേക്ക് വഴിമാറി. ഇതൊക്കെ കണ്ടിരുന്ന വിഷ്ണു പതുക്കെ ആരുഷിനോട് ചോദിച്ചു, ഡാ എന്തോ ഇവരെല്ലാം എന്തിനാണ് കരയുന്നേ? വധു വീട്ടിൽ പോകുന്നല്ലേ? അതെനിക്ക് മനസ്സിലായി. പിന്നെ നാളെ തന്നെ വീഡിയോ കോളിൽ കാണാലോ. ആരുഷ് അവനെ നോക്കി. ഇപ്പൊ അതാണ് അവിടെ പറയേണ്ടത്. അഖിലും നന്ദും ചിരിയടക്കാൻ പാടുവിട്ടു. അവസാനം അഞ്ജലി എല്ലാവരോടും യാത്ര പറഞ്ഞ് കാറിൽ കയറി. കാറ് പതുക്കെ മുന്നോട്ട് നീങ്ങാൻ തുടങ്ങി. അഞ്ജലി കണ്ണുനീർ തുടച്ചുകൊണ്ട് ജനാലയിലൂടെ കൈവീശി. പെൺപടയും തിരിച്ച് കൈവീശി. ഡാ ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് പോലും വിഷമം വരുന്നുണ്ട് കേട്ടോ. എനിക്കും ഫാമിലി ബോണ്ടെന്നൊക്കെ പറഞ്ഞ ഇതാടാ. ആരിഷ് അതിനെല്ലാം തലയാട്ടി. കാറ് കണ്ണിൽ നിന്ന് പറഞ്ഞു. 5 സെക്കൻഡ് നിശബ്ദത. പിന്നെ എടി എന്താ? എനിക്ക് വിശക്കണു. സത്യം പറഞ്ഞ എനിക്കും അനുവും പറഞ്ഞു. 3 പേരും പരസ്പരം നോക്കി. കരച്ചിൽ ഒറ്റ നിമിഷം കൊണ്ട് നിർത്തി. വീണ്ടും ഓഡിറ്റോറിയത്തിന്റെ ഉള്ളിലേക്ക് കയറി. ഐസ്ക്രീം കൊടുക്കുന്ന സ്ഥലത്തേക്ക് എത്തി. ഇതെല്ലാം കണ്ട് ബോയ്സ് ടീം അന്തം വിട്ട് നിൽക്കുന്നുണ്ട്. ഡാ 1 മിനിറ്റ് മുമ്പ് ഇവരല്ലേ കരഞ്ഞത്? അതെ, ഇപ്പോ ഐസ്ക്രീം കഴിക്കാൻ പോകുന്നു. ഇത്രയും വേഗം റിക്കവറി ആവോ? നന്ദു ആലോചനയിലാണ്. നിങ്ങൾ ഫുഡ് കണ്ട എങ്ങനെയാണ് അതുപോലെ അവരും ഗ്രാണി പിടിച്ച പിള്ളേര് ചക്ക കൂട്ടാൻ കണ്ട പോലെ. എന്നാൽ അതിനോട് വിഷ്ണു പ്രതിഷേധിച്ചു. ഡാ അങ്ങനെയൊന്നും പറയരുത്. ഭക്ഷണം അമൃതാണ്. ഭക്ഷണത്തെ നമ്മൾ സ്നേഹിക്കണം, ബഹുമാനിക്കണം. ഭക്ഷണത്തെ ഇങ്ങനെയൊന്നും അപമാനിക്കരുത്, അത് തെറ്റാണ്. അതെ അഖിലും നന്ദുവായി ശരിവെച്ചു. നമുക്ക് പോയാൽ ഐസ്ക്രീം കഴിക്കാൻ. ആ ഒരു ഐസ്ക്രീം കഴിക്കുന്നുണ്ടപ്പോൾ നന്ദുവിന് കൊതിയായി. അങ്ങനെ 4 പേരും ഐസ്ക്രീം മേടിച്ച് പെൺപടകൾക്ക് ഓപ്പോസിറ്റായി അല്പം മാറിയിരുന്നു. മറ്റൊരു കാര്യം എന്താന്ന് വെച്ചാൽ അഖില് നൈസായിട്ട് നമ്മുടെ ദേവുനെ വായി നോക്കുന്നുണ്ട്. വിഷ്ണുവിന്റെ കണ്ണും ഇടയ്ക്കിടക്ക് മീനുവിൽ എത്തുന്നുണ്ട്. നമ്മുടെ ആരുഷ് ഒട്ടും മോശമില്ല. ആരും അറിയാതെ ഇടം കണ്ണിട്ട് അനുവിനെ നോക്കിക്കൊണ്ട് നിൽപ്പാണ്. നന്ദുവിന് പിന്നെ ഐസ്ക്രീം അല്ല വേറെ ഒന്നും ഇപ്പൊ മുമ്പിലില്ല. സ്ട്രോബെറി, സ്പാനിഷ്, വാനില. അപ്പോഴാണ് 2 ചെറുപ്പക്കാർ അനുവിന്റെയും മീനുവിന്റെയും ദേവിന്റെ അടുത്തേക്ക് നടന്നു വന്ന്. ബോയ്സ് ടീം പെട്ടെന്ന് ശ്രദ്ധിക്കുകയും ചെയ്തു. നിങ്ങൾ ഇവിടെ ഇരിക്കായിരുന്നോ? അതിലൊരു പയ്യൻ അവരോട് ചോദിച്ചു. നിങ്ങൾ പോയില്ലേ? നിങ്ങളെ കൂട്ടിക്കൊണ്ടുവരാൻ അമ്മമാരും അച്ഛന്മാരും പറഞ്ഞിട്ടുണ്ട്. അവരെല്ലാവരും പോയി. കഴിച്ചു കഴിഞ്ഞ് വീട്ടിലേക്ക് പോവാം. ഇത് കേട്ടതും അനുവും മീനുവും ദേവ് എഴുന്നേറ്റു. പിന്നീട് 2 ചെറുപ്പക്കാരുടെ കയ്യിൽ തൂങ്ങി നടന്നു തുടങ്ങി. അങ്ങനെ ചിരിച്ചും കളിച്ചും 5 പേരും കാറിൽ കയറിപ്പോയി. ഇതെല്ലാം ദൂരെ നിന്ന് കണ്ട ബോയ്സ് ടീം. ആ ഒരു അമ്മമാരുടെ കൂടെ പോയി കണ്ടു. ആരുഷ് ഒന്നും പറയാതെ ഐസ്ക്രീം സ്പൂണിട്ട് ഇളക്കിക്കൊണ്ടിരുന്നു. 2 ദിവസങ്ങൾക്ക് ശേഷം എഴുന്നേക്കടാ, സമയത്തായി. വിഷ്ണുവിന്റെ അറച്ച കേട്ടാണ് നന്ദു കണ്ണു തുറന്ന്. ഒരു 5 മിനിറ്റ് കൂടി. സെമ്പകം പക്കത്തില് വാ. സെമ്പകം എന്റെ ചക്ര മോളല്ലടി. നിന്റെ 5 മിനിറ്റ് അല്ല ദിവസം നമ്മൾ ലേറ്റ് ആക്കുന്നത്. അപ്പോഴേക്കും ബാത്റൂമിൽ നിന്ന് ടവലുകൊണ്ട് തലയൊടിച്ചുണ്ടാക്കി പുറത്തിറങ്ങി. ആരുഷ് റെഡിയായോ? അഖിൽ വിഷ്ണുവിനോട് ചോദിച്ചു. അവൻ താഴെ കാറിന്റെ അടുത്ത് ഇപ്പുണ്ട്. അത് കേട്ടോ നന്ദു കട്ടിൽ നിന്ന് ചാടി എഴുന്നേറ്റു. നന്ദി എഴുന്നേൽക്കാൻ വേണ്ടി വിഷ്ണു കുറച്ച് കയറ്റി പറഞ്ഞ. കാരണം ഓഫീസിൽ പോകുമ്പോൾ ലേറ്റ് ആയാലും ആരുഷിന്റെ അടുത്ത് നല്ലപോലെ കേൾക്കാം. 2-3 പ്രാവശ്യം കേട്ടുകൊണ്ട് നന്ദുവിന് ആ കാര്യത്തിൽ ആരുഷിനെ പേടിയാണ്. എന്റെ ഷർട്ട് എവിടെ? കിടക്കപ്പായിൽ നിന്ന് എഴുന്നേറ്റവന്റെ ചോദ്യം. ആദ്യം പോയി പല്ല് തേച്ച് കുളിച്ച് ഫ്രഷായി വേണം. അഖിൽ ഷർട്ട് ഇട്ടുകൊണ്ട് പറഞ്ഞു. 5 മിനിറ്റിനുള്ളിൽ നന്ദു ഫ്രഷായി. പിന്നീട് വേഗം ഒരുങ്ങി 4 പേരും ഫ്ലാറ്റ് കൂടി താഴേക്ക് ഇറങ്ങി. കുറച്ചു സമയത്തിന് ശേഷം അവർ ജോലി ചെയ്യുന്ന കമ്പനിയുടെ പാർക്കിങ്ങിൽ കാറ് നിർത്തി 4 പേരും ഓഫീസിലേക്ക് നടന്നു. ഓരോരുത്തരും സ്വന്തം സീറ്റിൽ നിന്ന് ജോലി തുടങ്ങി. പക്ഷെ ജോലി ചെയ്യുന്നുണ്ടെങ്കിലും മനസ്സ് മാത്രം വേറെ എവിടെയായിരുന്നു. വിഷ്ണു കമ്പ്യൂട്ടറിൽ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും മനസ്സിൽ നിറയെ മീനുവിന്റെ ചിരി. അഖിൽ റിപ്പോർട്ട് ടൈപ്പ് ചെയ്യായിരുന്നു. പക്ഷേ അവന്റെ മനസ്സിൽ ഓടിയത് ദേവുവിന്റെ കണ്ണുകളും പുഞ്ചിരിയും. ശ്രദ്ധ എവിടെയാടാ? പിന്നിൽ നിന്ന് നന്ദി ചോദിച്ചു. അഖിലും ഞെട്ടി. ഒന്നുമില്ലടാ. ആരുഷ് തന്റെ സീറ്റിൽ നിന്ന് ഫയൽ നോക്കിയായിരുന്നു. എന്നാൽ അവന്റെ മനസ്സിൽ വീണ്ടും തെളിഞ്ഞത് സ്റ്റേജിൽ മുഖം തിരിച്ചിരുന്നിരുന്ന അനുവിന്റെ മുഖവും ആ നിർബന്ധിത ചിരിയും. അതൊക്കെ ഓർക്കാൻ അവന്റെ ചുണ്ടിൽ അറിയാതൊരു പുഞ്ചിരി വിരിഞ്ഞു. ഇതെല്ലാം ശ്രദ്ധിച്ച നന്ദുവിനെ നെറ്റി വിളിഞ്ഞു.
എന്തോ വശപ്പിശ കൊണ്ടല്ലോ, സംതിങ് ഫിഷി. നന്ദു താടിക്കൈയും കൊടുത്ത് എല്ലാവരെയും നോക്കി മനസ്സിൽ പറഞ്ഞു. നന്ദു ആദ്യം വിഷ്ണുവിനെ നോക്കി, അവൻ ചിരിക്കുന്നു. പിന്നെ അഖിലിനെ നോക്കി, അവൻ എങ്ങോട്ടോ നോക്കിയിരിക്കുന്നു. അവസാനം ആരുഷിയെ നോക്കി, അവനും ഫയൽ നോക്കിക്കൊണ്ട് ചെറുതായിട്ട് ചിരിക്കുന്നുണ്ട്. ഇവരിനി കല്യാണത്തിനാണ് പോയത്, അതോ പെണ്ണ് കാണാനോ? കുഴപ്പമില്ല, ലഞ്ച് ബ്രേക്കിന് പിടിച്ചോളാം ഞാൻ. മൂന്നെണ്ണത്തിനെയും ലഞ്ച് ബ്രേക്കിന് പിടിക്കാമെന്ന് ഉറപ്പിച്ച് നന്ദു വർക്കിലേക്ക് തിരിഞ്ഞു. കോളേജ് കയറ്റി കടന്ന് അനുവും മീനും ദേവും അകത്തേക്ക് നടന്നു. 2 ദിവസം ക്ലാസ്സിലായിരുന്നുകൊണ്ട് എന്തോ ഒരു മടി. മീനു പറഞ്ഞു. നിനക്ക് ക്ലാസ് ഉണ്ടായാലും ഇതേ ഡയലോഗല്ലേ? അനുവും ചിരിച്ചുകൊണ്ട് നടന്നു. മീനു പതി അനുവിന്റെ തോളിൽ കൈവച്ചു. എടി, എന്താടി മീനു, ഒരു കാര്യം ചോദിക്കട്ടെ? ചോദിക്കേ. ആ കല്യാണത്തിലുണ്ടായിരുന്ന ആ ചേട്ടനില്ലേ നിന്നെ ഇടിച്ച? അത് കേട്ട് അനുവിന് മുഖത്ത് ദേഷ്യം നിറഞ്ഞു. ആ ജാടക്കാരൻ്റെ കാര്യം മിണ്ടിപ്പോരുത്, അവൻ ആലോചിക്കുമ്പോൾ തന്നെ ദേഷ്യം വരും. അതെന്താടി അനു? ദേഷ്യം വരും, അത്ര തന്നെ. അനു മുഖം വീർപ്പിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പൊ നീ ആലോചിക്കാനൊക്കെ തുടങ്ങിയല്ലേ? മീനൂരാക്കി ചിരിയോട് അനുവിനെ ചൊറിയുന്നുണ്ട്. ആരെ ഓർത്താണ് നമുക്ക് ദേഷ്യം വരുന്നത്? അയാളെ പിന്നെ പിന്നെ മനസ്സിൽ കയറിക്കൊള്ളുന്ന. ദേവു അനുവിനെ ചൊറിയാൻ നോക്കുന്നുണ്ട്. നീ ഒന്ന് മിണ്ടാണ്ടിരിക്കോ ദേവു? അനു ദേവിനെ നയി ചൂടായി. മീനു ചിരി നിർത്താൻ പാടുവിട്ടു. എന്തായാലും ചേട്ടനെ കാണാൻ. മീനു എന്തോ പറയാൻ പോയതും അനു മീനുവിനെ നോക്കി പേടിപ്പിച്ചു. ഞാനൊന്നും പറഞ്ഞില്ല. അതെ പിന്നെ. അനു ഒരു കള്ളച്ചിരി ഒളിപ്പിച്ചുകൊണ്ട് മീനുവിനെ നേരെ തിരിഞ്ഞു. ഒരു വൈറ്റ് ഷർട്ട് ഇട്ട ആളെ ആരെങ്കിലും നോക്കിക്കൊണ്ടിരുന്നത്? മീനുവിന്റെ ചിരി പെട്ടെന്ന് നിന്നു. ഏത് വൈറ്റ് ഷർട്ട്? ഓഹോ, ഓർമ്മയില്ല? ഇല്ല, സത്യമായിട്ടില്ല. അപ്പോഴേക്കും മീനുവിന്റെ മുഖം ചുവന്നിരുന്നു. ഞാനങ്ങനെ നോക്കിയിട്ടില്ല. പിന്നെ വെറുതെ ഇങ്ങനെ. എങ്ങനെ? ഒന്നുമില്ല, ഞാൻ ആരെയും നോക്കിയിട്ടില്ലെന്ന് പറഞ്ഞല്ലോ. ദേവ് പൊട്ടിച്ചിരിച്ചു. വിക്കി കളിക്കുന്നുണ്ടെ തന്നെ മനസ്സിലാവും. മീനു ദേവിനെ അടിക്കാൻ ഓടി. ദേവ് ചിരിച്ചുകൊണ്ട് മാറി. ഞാൻ മാത്രം നല്ല കുട്ടി, എനിക്ക് ആരെയും നോക്കാൻ സമയം കിട്ടിയില്ല. ദേവ്. അനു മീനു ഒരുമിച്ച് അവളെ നോക്കി. ഓഹോ. അനു മീനു. അനുപതിക്ക് ദേവിന്റെ അടുത്തേക്ക് ചെന്നു. നീ ആരെയും നോക്കിയിട്ടില്ല അല്ലേ? ഇല്ല. പക്ഷേ അനുരു കള്ളച്ചിരിയോടെ തുടർന്നു. ഓഹോ, ഒരു ബ്ലാക്ക് ഷർട്ട് ഇട്ട ചേട്ടൻ എവിടെയൊക്കെ പോകുന്നുണ്ട്, അവിടെയൊക്കെ നീ ഉണ്ടക്കണം പോകുന്നുണ്ടായിരുന്നല്ലോ. അതെന്താ? അനു ദേവുവിനെ തൂക്കി, ചുവന്ന കരങ്ങളാലെ തൂക്കി. ദേവുവിന്റെ കണ്ണു വലുതായി. ഞാനോ? അതെ. മീനുവും ചിരിച്ചുകൊണ്ട് ചേർന്നു. സ്റ്റേജിൽ ഫോട്ടോ എടുക്കുമ്പോഴും ഐസ്ക്രീം കഴിക്കുമ്പോഴും അവസാനം നമ്മൾ കാറിൽ കയറിയിട്ടും നീ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടല്ലേ നോക്കിയത്? അനുവാണ്. ഈ പെണ്ണിതൊക്കെ എപ്പോ ശ്രദ്ധിച്ചാവോ? ദേവുവിന്റെ മുഖവും ചുവന്നു. അത് പെണ്ണില്ലാത്ത കളം വരക്കുന്നുണ്ട് അവൻ കോളേജ് ഗ്രൗണ്ടിൽ. അയ്യടാ, നാണം കൊണ്ട് കളം വരയ്ക്കാൻ പറ്റിയ സ്ഥലം. മീനു ദേവുവിനെ കളിയായി ചിരിച്ചു. 3 പേര് ഒരുമിച്ച് പൊട്ടിച്ചിരിച്ചു. അപ്പോഴേക്കും ഫസ്റ്റ് അവർ ബെല്ലടിച്ചു. അയ്യോ, ഓടിക്കോ, ലഞ്ച് ബ്രേക്കിന് കാണാം. 3 പേരും ചിരിച്ചുകൊണ്ട് 3 ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് ഓടി. അപ്പോ കസിൻസ് കല്യാണം നാളെ ഇതേ സമയം. ബാക്കി തുടരും.